Hi, hello, assalamu alaikum. Welcome back to my YouTube channel. Hope you all guys are fine and good. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ ഇരിക്കുകയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇപ്പോൾ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ചെയ്യാൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒന്ന് രണ്ട് കമൻറ്റുകൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ പെട്ട ഒരു കമൻറ്റാണ്, ഒന്നെങ്കിൽ ഗ്ലൂട്ടാതയോണ്ട് കൊണ്ട് എഫക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ക്യാമറ പഴയ ക്യാമറയുടെ ക്ലാരിറ്റി അല്ലല്ലോ ഇപ്പോൾ ഉള്ള ക്യാമറയുടെ ക്ലാരിറ്റി എന്ന് പറയുന്നത്. മൂന്നാമതൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ, മേക്കപ്പ്. ബി ഫ്രാങ്ക്, ഞാനിപ്പോൾ ഫേസിൽ ഒന്നും ഇട്ടിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, ഐ ഷാഡോ ഇട്ടിട്ടുണ്ട്, വേറെ ഒന്നും ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടില്ല, കണ്ണുപോലും ഞാൻ എഴുതിയിട്ടില്ല. അപ്പോൾ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിനൊരു ചെറിയ ഗ്ലോ വരും എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഇപ്പം മേലെ കാണിക്കുന്ന ഈ ഫോട്ടോ ഉണ്ടല്ലോ, ഇത് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള എൻ്റെ ഫോട്ടോ ആണ്. അന്ന് ഞാൻ നല്ല തടിയുണ്ടായിരുന്നു. അന്ന് 68-69 റേഞ്ചിലായിരുന്നു എൻ്റെ വെയിറ്റ് കിടന്നിരുന്നത്. ആ വെയിറ്റ് ഞാനൊരു 22-23 വയസ്സ് വരെ അതേ വെയിറ്റിലായിരുന്നു ഞാൻ പോയിരുന്നത്. 22 വയസ്സ് വരെ അതേ വെയിറ്റിലായിരുന്നു ഞാൻ പോയിരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം ആൻഡ് എന്തുകൊണ്ട് ഇത്രയും ഡിലേ ആയി? കാരണം എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങി ഞാൻ കുറച്ച് വീഡിയോസ് ഇട്ടു, പിന്നെ ഞാനൊരു 1.5 വർഷം ബ്രേക്ക് എടുത്തു ബിക്കോസ് ഓഫ് മൈ പ്രഗ്നൻസി ജേർണി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇടുന്നു. എന്തുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ ഈ 100 വീഡിയോ ഇട്ടതിൻ്റെ ഇടയിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ചെയ്തില്ല എന്ന് ചിലപ്പം ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും. കാരണം ഒന്നാമത്തേത്, ആഫ്റ്റർ മാരേജ് എന്നെ എല്ലാവരും കാണുന്നത് ഇതുപോലെയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ളവരും ഹസ്ബൻഡായാലും എല്ലാവരും. പക്ഷേ എൻ്റെ ചൈൽഡ്ഹുഡ് മുതൽ എന്നെ കാണുന്നവർക്ക് വലിയ അത്ഭുതം കാണില്ല. കാരണം എന്നെ അവർ അപ്പോഴും കണ്ടിട്ടുണ്ട്, ഇപ്പോഴും കാണുന്നുണ്ട്. മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കും എൻ്റെ ഫേസ് ഓയിലും ഹെയർ ഓയിലും ഇത്രയും എനിക്ക് സെയിലായി പോകുന്നതും. അപ്പം ഒരു 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 മടി ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ചെയ്യുമ്പോൾ എന്നെ ഇപ്പം മുതൽ കണ്ടിട്ടുള്ളവർ അവൾ പഴയത് ഈ കോലായിരുന്നോ, ചിലപ്പോൾ എന്താ പറയുക, അങ്ങനെയുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നി, ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ എനിക്ക് അറിയുന്നപ്പോൾ എനിക്കൊരു 860ഓളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. നിങ്ങൾക്കിത് എത്രത്തോളം റിസൾട്ട് കിട്ടുന്നു അല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ആവാം എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, ഏതൊക്കെയാണെന്നുള്ള പിന്നീടുള്ള ഓരോ വീഡിയോസിലും നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ആൻഡ് മൈ പ്രോസസ്സ് ഈസ് കംപ്ലീറ്റ്ലി നാച്ചുറലി ആണ് എൻ്റെ ഈ പ്രോസസ്സ് കിടക്കുന്നത്. ആൻഡ് ഇത് ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ എടുത്ത ട്രാൻസ്ഫോർമേഷൻ അല്ല ഒരിക്കലും. അപ്പോൾ എങ്ങനെയാണ്? എനിക്ക് ഒരു 22 ഒക്കെ ഒരു കോളേജിൽ പഠിക്കാൻ പോയ സമയത്ത് നല്ല തടിയും അത്യാവശ്യം നല്ല ഡാർക്കായിരുന്നു ഞാൻ. അപ്പോൾ എനിക്കൊരു കുറയ്ക്കണമെന്നും, പിന്നെ എനിക്ക് ആ സമയത്തൊക്കെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ സ്കൂൾ പഠിക്കുമ്പോഴേ ലിപ്സ്റ്റിക്കും ഇതൊക്കെ യൂസ് ചെയ്ത് തുടങ്ങുന്നവരാണ്. എനിക്ക് ആ ടൈമായപ്പോൾ അവിടെ പോയപ്പോഴൊന്നും ഞാൻ അതൊന്നും യൂസ് ചെയ്യുന്ന ആളായിരുന്നില്ല. അപ്പോൾ ഇവരൊക്കെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ യൂസ് ചെയ്യുമ്പോൾ എൻ്റെ ഫേസിലോട്ട് ഇപ്പം ഒരുപാട് ഡാർക്ക് കളറുള്ള ഒരാൾ ഒരു ലിപ്സ്റ്റിക് ഇടുമ്പം അത്രയും ശ്രദ്ധിച്ച് വേണം നമ്മളൊരു ഷെയ്ഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് ഇടുന്ന സമയത്ത് എനിക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര ഓക്വേർഡായിട്ട് ഫീൽ ചെയ്തു. പിന്നെ എനിക്കത് ഭയങ്കര വിഷമമായി. ഞാനൊന്നും ഫേസിൽ, കാരണം ഞാൻ പഠിച്ചത് അത്രയും NRIസിൻ്റെ വലിയ കോളേജിലായിരുന്നു. അപ്പോൾ ഓരോരുത്തർ വരുന്നതും ഇരിക്കുന്ന മോഡേൺ ആയിട്ടൊക്കെ ഞാൻ ഡ്രസ്സ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ കളറ് എല്ലാവർക്കും ഉള്ളതുപോലെ ഞാനും ഒരുപാട് അതിനെ ഫേസ് ചെയ്തിരുന്നു. അങ്ങനെ പിന്നെ ഒരു 2 കൊല്ലമൊക്കെ കഴിഞ്ഞപ്പം ഐ ഫീൽ ലൈക്ക് തടി കുറച്ചാലോ, അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യാമല്ലോ. കാരണം എൻ്റെ ബുദ്ധിക്ക് അന്ന് ഇതുപോലെ യൂട്യൂബ് കാണാറില്ല, ഒന്നുമില്ല. ഫോൺ എന്നെ കോളേജിൽ കയറി കുറച്ച് കഴിഞ്ഞാലാണ് ഫോൺ എന്നെ കിട്ടുന്നത്. അതിൻ്റെ നോക്കിയേൻ്റെ ഒരു ഫോണാണ് കയ്യിൽ കിട്ടുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അങ്ങനെ അല്ലല്ലോ. അപ്പം എന്നിട്ട് ഓക്കെ പോകാം എന്നുള്ള ഒരു രീതിയിൽ വെയിറ്റ് ലോസ് ജേർണിയിലോട്ട് കടക്കാം എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാൻ ആദ്യമൊക്കെ ഫുഡ് കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യുന്നതും അതുപോലെ തന്നെ ടൈമിന് കഴിക്കുന്നതും പിന്നെ ഡിന്നർ ആയാലും ഒരു 7 മണിയുടെ ഉള്ളിൽ കഴിക്കുന്നൊക്കെ ആളൊക്കെ തന്നെയായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാതെ ഫ്രൂട്ട്സ് കഴിച്ചിരുന്നു. ഇതിൻ്റെയൊക്കെ ഒരാളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. ഈ വർക്കൗട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത കാര്യം എന്ന് പറയുന്നത് വാക്കിംഗ് ആണ്. ഒരു 1 to 2 hours വരെ ഞാൻ നടക്കാൻ വേണ്ടി ശ്രദ്ധിച്ചു. പിന്നെ ഞാൻ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ വെള്ളം കുടിക്കുമായിരുന്നു. വെള്ളം 3 to 4 liters വരെ അറ്റ്ലീസ്റ്റ് ഞാൻ കുടിക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫേസ് ചെയ്തിരുന്നു. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളൊരു കാര്യം, ഈ വാക്കിംഗ് ഒരു 5-6 മാസം വാക്കിംഗ് മാത്രമായിരുന്നു. പിന്നെ പതുക്കെ ഞാൻ എക്സസൈസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി. അതായത് നമുക്ക് ലവ് ഹാൻഡിൽസ്, അതുപോലെ വയറ്, അതുപോലെ തന്നെ കൈയിൻ്റെ ഇവിടെയുള്ള മസിൽസ്,
എല്ലാം പതുക്കെ പതുക്കെ എനിക്കിവിടെ തൈസിൻ്റെ അവിടെയൊക്കെ അത്യാവശ്യം വണ്ണമുള്ള ആളാണ് ഞാൻ. അതൊക്കെ ഓരോ ഇതിൽ ഞാൻ ഇരുന്നിട്ടും നടന്നിട്ടും അന്നൊക്കെ പിന്നെ ഫോൺ വന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് അപ്പോൾ ഇതിനൊക്കെ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ശരീരത്തിന് നല്ലൊരു ഉന്മേഷം ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളൊരു കാര്യം, കളർ ചേഞ്ചിങ് അല്ല, ഫേസിൻ്റെ ഷേപ്പ് മാറാൻ തുടങ്ങി. ഞാനിപ്പോൾ എൻ്റെ ഫോട്ടോയിൽ കാണിച്ച പോലെ എൻ്റെ ഫേസ് ഒരുപാട് ചേഞ്ച് ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ശരീരം കുറയുമ്പോൾ തന്നെ ഫേസിന് ഒരുപാട് ചേഞ്ചസ് വരുമല്ലോ, ഒരുപാട് മാറാൻ തുടങ്ങി. പിന്നെ ഉള്ള ഇത് ചെയ്ത് പിന്നെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാൻ പതുക്കെ തേർഡ് ഇയർ ആയപ്പോഴത്തേനും ഞാൻ പ്ലേസ്മെൻറ്റ് ഇതായിട്ട് എനിക്ക് ജോബ് കിട്ടിയിരുന്നു. വീട്ടിലോട്ട് അയക്കേണ്ട ആവശ്യമില്ല, എനിക്ക് തന്നെ എന്താ പൈസ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു പ്രായമായിരുന്നു അത്. ഇന്ന് അങ്ങനെയല്ലല്ലോ, ജോലിക്ക് പഠിക്കാൻ കയറുമ്പോൾ തന്നെ പൈസ എന്ത് ചെയ്യണം എന്നുള്ള പ്ലാനിങ് ഉണ്ടാക്കി. അന്ന് അതൊന്നും ഇല്ലല്ലോ. അന്നെന്ന് പറയാൻ ഒരുപാടൊന്നുമില്ല, ഒരു 5-6-7 ഇയേഴ്സ് ബാക്ക് കിട്ടാം. അപ്പോൾ അങ്ങനെ ഞാൻ അത് തുടങ്ങി. ആ ഒരു ഇത് എന്താണ്, പൈസ കിട്ടി തുടങ്ങിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫുഡ് കുറച്ച് അധികം ഫ്രൂട്ട്സ്, വിറ്റമിൻ സി അധികമുള്ള ഫ്രൂട്ട്സ്. ഞാനൊരു ഡോക്ടർ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു വിറ്റമിൻ സി അടങ്ങുന്ന ഫുഡുകൾ ഒരുപാട് കഴിക്കുക, വെള്ളം കുടിക്കുക. അങ്ങനെ കുറച്ച് അഡ്വൈസ് എനിക്ക് ആളെടുത്ത് നിന്ന് കിട്ടി. അങ്ങനെ വിറ്റമിൻ സി ഉള്ള മെയിനായിട്ട് ഞാൻ ചെയ്തിരുന്ന 2-3 കാര്യങ്ങൾ, ഈ ഓറഞ്ച്, നെല്ലിക്ക, ഇലവർഗ്ഗങ്ങൾ ഒരുപാട് കഴിച്ചിരുന്നു. ചോറ് നല്ല പോലെ ഒരു നേരമാക്കി അരിഭക്ഷണം ഞാൻ കുറച്ചു. അതന്നെ ഒരു കോഴി എടുത്തിട്ട് അതിലേക്ക് ഈ നോൺ വെജും വെജീസും ഇതൊക്കെ ഒരുപാട് കഴിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഈ കഴിക്കുന്ന ആംല ആയാലും, ഈ ആംല ഞാൻ എന്ത് ചെയ്യുന്നു അറിയാം, നെല്ലിക്ക രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്ത് കോളേജിലോട്ട് നടന്നു പോകുന്ന ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് ഉണ്ടല്ലോ, ആ ടൈമിൽ ഒരു 3 നെല്ലിക്ക കൈ പിടിക്കും. നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ 3 നെല്ലിക്ക കഴിക്കുകയും ചെയ്യും. പച്ചക്കുറവായിട്ട് കഴിക്കും, ഉപ്പിലിട്ടൊന്നുമല്ല കേട്ടോ. പിന്നെ ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യമാണ്, എന്താണ്, രാത്രി സമയത്ത് ഡിന്നറിന് പകരം ഞാൻ പോമഗ്രനേറ്റ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീട്രൂട്ട് ഈ 4 സാധനങ്ങൾ മുറിച്ച് പ്ലേറ്റിലാക്കിയിട്ട് അതായിരുന്നു ഡിന്നറായിട്ട് കഴിച്ചിരുന്നത്. ഞാൻ എല്ലാം ഒരുപാട് ഇലാബറേറ്റ് ചെയ്ത് ഇവിടെ പറയുന്നില്ല, കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ആരും കാണില്ല. കുറച്ച് ഇൻഫോർമേഷൻസാണ് ഞാൻ തരുന്നത്. അങ്ങനെ എനിക്ക് കളറിൽ പിന്നെ ഞാൻ നാട്ടിൽ പോകുമ്പോഴൊക്കെ എല്ലാവരും പറയും കുറച്ചൊന്ന് കളർ വെച്ചിട്ടുണ്ടോ, കുറച്ചൊന്ന് ഉഷാറായിട്ടുണ്ടോ, അങ്ങനെ ചോദിക്കാൻ തുടങ്ങി. എൻ്റെ ചുണ്ട് പോലും ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഞാൻ പറയാട്ടോ, എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കും നീ സിഗരറ്റ് വലിക്കാറുണ്ടോ, അത്രയ്ക്ക് ഡാർക്കായിരുന്നു ചുണ്ടൊക്കെ. അങ്ങനെ കുറച്ച് എൻ്റെ കളർ ചേഞ്ച് ആവാൻ തുടങ്ങി. പിന്നീട് ഒരു 24-25 ഇയേഴ്സൊക്കെ ആയപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല സ്ലിമ്മായി. ഒരു 69 ഉള്ള എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്, നിയർലി 70 ഉണ്ടായിരുന്ന എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 57-56, ഓൾമോസ്റ്റ് 12 kgൻ്റെ അടുത്ത് ഞാൻ കുറഞ്ഞു. നല്ലൊരു ഷേപ്പ് വന്നു. അതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കളർ ഇതും വന്നു. പിന്നീട് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് നാച്ചുറലി ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. അന്നൊക്കെ ഞാൻ ഈ ട്രാൻസ്ഫോർമേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഫേഷ്യൽ ഒരു 3 months വൺസ് ചെയ്യാറുണ്ടായിരുന്നു, ബ്ലീച്ചൊക്കെ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അത് വേണ്ട, നാച്ചുറലി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മഞ്ചിഷ്ട, നാൽപ്പാമരത്തിൻ്റെ എണ്ണ, നമ്മുടെ കുങ്കുമാതി തൈലം, അതുപോലെ ഒരു വീക്ക്ലി 2-3 ടൈംസ് എണ്ണ തേച്ച് കുളിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ കുറേ കാര്യങ്ങൾ അതും ഞാൻ ആഡ് ചെയ്തു. അതിലെനിക്ക് ഡ്രാസ്റ്റിക് ചേഞ്ചാണ് വന്നത്, ഒരുപാട് ചേഞ്ച് വന്നു. അങ്ങനെ പിന്നെ എനിക്ക് ആ ടൈമിൽ ബാംഗ്ലൂരിലോട്ട് ട്രാൻസ്ഫർ കിട്ടി. ഞാൻ ബാംഗ്ലൂർ പോയി, എനിക്ക് കല്യാണം വന്നു. കല്യാണം കഴിഞ്ഞു ഒരു 1.5 വർഷം 2 വർഷമൊക്കെ ആയപ്പോഴാണ് എൻ്റെ പഴയ ഫോട്ടോസ് ഞാൻ ഇക്കാക്ക് കാണിച്ചു കൊടുത്തത്. അപ്പോൾ ഇക്കയാണ് എന്നോട് പറഞ്ഞത് എങ്ങനെയാണ്. അപ്പോൾ ഞാനിങ്ങനെ പറയും ഒരുപാട്. പിന്നെ ഞാൻ മെയിനായിട്ട് ശ്രദ്ധിച്ച കാര്യം 8 hours സ്ലീപ്പ് ഞാൻ എങ്ങനെയായാലും ചെയ്തിരുന്നു. കാരണം അതിൽ കുറഞ്ഞൊരു ഉറക്ക് എനിക്ക് ഉണ്ടായിരുന്നില്ല. 8 hours ഞാൻ എങ്ങനെയായാലും ഉറങ്ങാൻ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ എന്നോട് പറഞ്ഞപ്പം എനിക്ക് ഇങ്ങനെ തോന്നി ചേഞ്ച് ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ യൂസ് ചെയ്തതും ഇതൊക്കെ വെച്ചിട്ട് ഒരു എണ്ണ പ്രിപ്പയർ ചെയ്താലോ എന്നുള്ളൊരു ഇതിലാണ് ഞാൻ എൻ്റെ ഫേസ് ഓയിലും പിന്നെ അതുപോലെ തന്നെ ഹെയർ എനിക്കൊരു പീരീഡ് ഓഫ് ടൈമിൽ എനിക്ക് ഭയങ്കരമായിട്ട് കൊഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു കോഴിവാല് എന്നൊക്കെ പറയുന്ന പോലെയായിരുന്നു. എനിക്കിപ്പോൾ ഹെയർ കാണിച്ചിട്ടൊന്നും നിങ്ങളുടെ അടുത്ത് വീഡിയോ ചെയ്യാൻ പറ്റില്ല. അതുണ്ട്, എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു ഹെയർ കാണിക്കാൻ പറ്റാത്തവർ അതിനെ ബന്ധപ്പെട്ടുള്ള വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ളവർ കണ്ടാൽ മതി കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഹെയർ ഓയിൽ ഞാൻ തന്നെ വീട്ടിൽ വന്ന ഒരു ടൈമിൽ ഞാൻ തന്നെ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഞാനത് എൻ്റെ തലയിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. നല്ല ഡ്രാസ്റ്റിക് ചേഞ്ച് വന്നു. പ്ലസ് വീട്ടിലുള്ളവർ യൂസ് ചെയ്ത് അങ്ങനെ ഞാനത് ഫസ്റ്റ് ഞാൻ ഇറക്കുന്നത് ഹെയർ ഓയിലാണ്. പിന്നെ ഞാനിപ്പോൾ അടുത്ത് 1 year ബാക്കാണ് ഫേസ് ഓയിൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഒരു സെയിലായിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ട് ഒരു 6 months ആയിട്ടുള്ളൂ. നല്ല രീതിയിൽ അതും എനിക്ക് സെയിലാവുന്നുണ്ട്, മാഷാ അല്ലാഹ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ പ്രോഡക്റ്റിൻ്റെ കാര്യമല്ല പറയുന്നത്. അപ്പോൾ
ഈ ഇതുപോലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആർക്കും ചേഞ്ച് ചെയ്യാവുന്ന. പിന്നെ ഒരിക്കലും ഞാൻ പറയില്ല വെളുത്തിട്ടങ്ങ് പാറും. ഇപ്പം എൻ്റെ ഫേസ് ആയാലും വെളുത്തിട്ടങ്ങ് പാറും എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ ഞാനൊരു 3 to 4 വരെ ഷെയ്ഡ് എൻ്റെത് ഇമ്പ്രൂവ് ആയി. അതും എനിക്ക് ഞാൻ പറഞ്ഞല്ലോ 21, 22 വയസ്സിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത ജേണി 25 വയസ്സ് 26 വയസ്സ് വരെ ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കും ഇപ്പോൾ ചെയ്യുന്നുണ്ടോ? യെസ്, ഇപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയപ്പോഴൊക്കെ ഒരുപാട് പേര് ഞാൻ പിന്നെ ആ സമയത്തൊക്കെ എല്ലാവരോടും പറഞ്ഞിരുന്നത് ഞാൻ ആദ്യം ഇത്ര തടിയുള്ള ആളാണ് എന്നായിരുന്നു. കാരണം മുമ്പ് തടിയുണ്ട് ഇപ്പോൾ തടിയില്ല എന്ന് പറയുമ്പോൾ അതൊരു ഇതാന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. ഒരു ഗുണ്ട് തന്നെയായിരുന്നു ഞാൻ. അപ്പോൾ അത് ഇപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോഴും ഞാൻ അതുപോലെ ഉറങ്ങുന്നുണ്ട്, ഹൈഡ്രേറ്റഡ് ആയിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ജേർണിയിൽ ഞാൻ എന്തൊക്കെ ഫോളോ ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ഫുഡും കാര്യങ്ങളും ഞാൻ യൂസ് ചെയ്യുന്ന നാച്ചുറൽ പ്രോഡക്ട്സ് എല്ലാം നിങ്ങളുടെ അടുത്ത് ഇനി വരുന്ന ഓരോ വീഡിയോയിലും ഞാൻ ഷെയർ ചെയ്യാം. അപ്പം ഫസ്റ്റൊക്കെ ഇതിനൊക്കെ മുന്നേ എന്താ വേണ്ടത്? ആരോഗ്യമുള്ളൊരു മനസ്സാണ്. ആരോഗ്യമുള്ള മനസ്സ് വേണമെങ്കിൽ നമ്മൾ സന്തോഷമായിട്ടിരിക്കണം. സോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി. സന്തോഷമുള്ളവർക്ക് മാത്രമാണ് ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടാവുള്ളൂ, ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ സ്റ്റേ